നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനും കറണ്ട് ഫീലിങ്ങുമാണ്. ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതും കൂടിയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു എനർജിയും കൂടെ നമുക്ക് നോക്കാം. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ളൊരു റീഡിംഗ് ആണ്. അത് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നമ്മളിലേക്കൊന്നും വലിച്ചടിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ട, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. പിന്നെ പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമായിരിക്കും ആ ഒരു റീഡിങ്ങിൽ വരിക. അത് നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുകയും അതുവഴി യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി. അതേപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എനർജിയും കൂടെ ഇതിനകത്ത് വരുന്നതായിരിക്കും. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി 2 കാർഡ് റീഡിങ്ങും ഉണ്ട്, 3 കാർഡ് റീഡിങ്ങിൻ്റെ എമൗണ്ടും ഉണ്ട്. അത് ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2 കാർഡ് റീഡിങ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. അതിൽ ചാനൽ വഴിയാണ് മെമ്പർഷിപ്പ് എടുത്ത് അതിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കയറേണ്ടത്. ചാനലിൽ തന്നെയാണ് ക്യാഷ് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിനും പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർക്കും മാത്രമാണ് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് കാണുക. നമുക്ക് കാർഡ്സ് എടുക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് വളരെ പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് റീഡിങ് കാണുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. Please help me, Divine. Please guide me. ദ മൂൺ കാർഡാണ് ഫസ്റ്റ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് കാർഡ് മേജർ അർക്കാന കാർഡ് തന്നെയാണ്. എന്നാൽ മേജർ പ്രശ്നം തന്നെയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂൺ കാർഡ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, മാനസികമായിട്ട് ചില പ്രശ്നങ്ങളും കാണുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. മനസ്സിന് പല ചിന്തകൾ, ഇപ്പം ചിന്തിക്കുന്നതല്ല പിന്നെ അല്ല ഇപ്പം പറയുന്ന ആളല്ല, ഇപ്പം ഇങ്ങോട്ട് വരുമ്പം പറയുന്ന ഒരു വാക്കല്ല അങ്ങോട്ട് പോകുമ്പം പറയുന്ന ഒരു വാക്ക്. അപ്പം അത്രയ്ക്ക് ഒരു മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ശക്തമായിട്ട്, മേജർ ആർക്കാന കാർഡാണ്, അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് കാണുന്ന ഒരു സമയമായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരോടിപ്പോൾ എന്ത് നമ്മൾ പറഞ്ഞാലും അവരത് മനസ്സിലാക്കാത്തക്ക രീതിയിലുള്ളൊരു സാഹചര്യത്തിലല്ല ഉള്ളത്. അവർ തിരിച്ചെന്ത് പറഞ്ഞാലും ഇപ്പോൾ കൂടെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയേ നിവർത്തിയുള്ളൂ. കാരണം അങ്ങോട്ട് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇനി മേളിൽ നിൽക്കുന്നത് തെങ്ങി നിൽക്കുന്നത് ചക്കയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലുള്ളൊരു വ്യക്തി. അങ്ങനെയാണ് ഇപ്പം അവരുടെ സാഹചര്യം അല്ല, അവരുടെ മനോനില അങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് ഈ ഒരു കാർഡ് ഏസ് ഓഫ് വാൺസ് സെക്കൻഡ് ബ്ലോക്കേജായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഏസ് ഓഫ് വാൺസ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള വിജയകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുക എന്നൊക്കെ. അപ്പോൾ ഇത് എനിക്ക് ബ്ലോക്കേജായിട്ട് വരുമ്പോൾ എനിക്ക് കാണുന്നത് എല്ലാ കാര്യത്തിലും ലോ എനർജിയാണ്.
ഇവരിപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായ തീരുമാനങ്ങളാണ് ഇവരിപ്പോൾ എടുക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പം എന്ത് തീരുമാനം എടുത്താലും അത് തെറ്റായിരിക്കും. ലോ എനർജി, ഇത് ഊർജത്തിൻ്റെ കാർഡാണ്. ഫയർ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് റിവേഴ്സ്ഡ്, ഇത് ബ്ലോക്കേജ് ആയിട്ട് വന്നിരിക്കുമ്പോൾ വെറും ലോ എനർജിയാണ്. ഇപ്പോൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് പൊട്ട തീരുമാനമായിരിക്കും എടുക്കുന്നത്, പൊട്ട ബുദ്ധി ആയിരിക്കും ഇപ്പോൾ തോന്നുന്ന സമയം. ഇപ്പം അതാണ് സമയമെന്ന് പറഞ്ഞത് മേജർ അർക്കാന കാർഡാണ് വന്നേക്കുന്നതും. എടുക്കുന്ന എന്ത് തീരുമാനവും നേരെ വിപരീതമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അതേപോലെ ക്യൂൻ ഓഫ് ഫാൺസും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ എങ്ങനെ വീണാലും പൂച്ച നാലുകാലേ വീഴും എന്ന് പറഞ്ഞതുപോലെ ആരുടെയും മുമ്പിൽ ഇതൊന്നും തുറന്ന് സമ്മതിച്ചു കൊടുക്കുകയോ പിന്നെ അംഗീകരിച്ചു കൊടുക്കുകയോ ഇല്ല. ഈ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ പറയുന്നതൊന്നും അംഗീകരിച്ചു കൊടുക്കത്തുമില്ല ചെയ്യുന്നതൊന്നും. കാരണം അവർ വന്ന വഴികൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വഴി കൂടെയാണ് അവർ കടന്നു വന്നത്. അവരെ ചോദ്യം ചെയ്യാനോ ഭരിക്കാനോ ആരും ചെല്ലുന്നതോ എടുക്കുന്നതോ ഇഷ്ടമല്ല. എപ്പോഴും തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇരിക്കുന്നതായിരിക്കാം അവരാഗ്രഹിക്കുന്നതും അവർ ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അവർ താഴോട്ട് പോകത്തില്ല, എങ്ങനെ ഇരുന്നാലും മേളിൽ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം ചെയ്യുന്നതും പറയുന്നതും എല്ലാം പൊട്ടത്തരവും മണ്ടത്തരവും ആണ് കാണിക്കുന്നത്. കാരണം അത്രയ്ക്ക് നല്ല ഇതാണ് കാണുന്നത്, മോശപ്പെട്ട സമയമാണ് കാണുന്നത്. മൂൺ ഗാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഡിവൈനോട് ചോദിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അത് 9 ഓഫ് വാൺസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ വിജയിച്ച് നിന്നിരുന്നാലും ഇവരെ ഒരു ഭയം പിന്തുടരുന്നുണ്ട്. ഇവർ വിജയിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ക്യൂൻ ഓഫ് വാൺസ് ആണ്. ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കത്തില്ല. അത് കണക്കുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്നവരും ആയിരിക്കാം. പക്ഷേ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അവർ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മണ്ടത്തരങ്ങളും നേരെ വിപരീതമായിട്ടുള്ള തീരുമാനങ്ങളാണ്. നല്ല തീരുമാനങ്ങളല്ല, ആശയങ്ങളല്ല ഇപ്പോൾ ഇവരുടെ മനസ്സിൽ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത ഏതോ പ്രവൃത്തിയിൽ ഇവർ ഭയക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നല്ലതെന്ന് പറഞ്ഞ് ചെയ്തത് നേരെ തിരിഞ്ഞടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അത് ആകെ വിപരീത ഫലത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസിക നില തകർന്ന് ഒരു വല്ലാത്തൊരു മെൻ്റൽ ഡിസോർഡർ എന്നൊക്കെ പറയും, ഒരു മാനസിക നില തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് എന്തോ ഒരു ഭയന്ന് മാറി നിൽക്കുന്ന ആ ഭയം അവരെ തളർത്തുന്നു എന്നുള്ള ആ ഭയമാണ് ഇപ്പോൾ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 9 ഓഫ് വാൺസ് ആണ് വന്നേക്കുന്നത്. വാൺസ് എന്ന് പറയുമ്പോൾ തന്നെ ഫയർ എലമെൻ്റാണ്. ആ ഒരു ഊർജം, അവരിലേക്ക് വരുന്ന ഊർജം എന്ന് പറയുന്നത് മനസ്സിനകത്ത് ആദ്യം ഭയത്തോടു കൂടിയാണ്. എന്നുവെച്ചാൽ ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഇനിയും ആവർത്തിക്കപ്പെടുമോ എന്നൊക്കെ ചില ഭയങ്ങൾ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതെ, എന്താണ് അവരെ അലട്ടുന്ന ഭയമെന്ന് എനിക്ക് മനസ്സിലാക്കുന്ന 2 ഓഫ് വാൺസ് ആണ്. ഒരു റിലേഷൻ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു റിലേഷൻ അവരെ ഭരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഭരണം അവർക്ക് ഭയമായിട്ട് വരുന്നുണ്ട്, അവരെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. ആ റിലേഷൻ, അവരിപ്പോൾ കൊണ്ട് നടക്കുന്ന റിലേഷൻ അവർക്കൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. അവർക്കൊരു മെൻ്റലി സ്ട്രെസ്സാണ്, മാനസിക നില തകർന്ന രീതിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. കാരണം അവരെ നയിക്കുന്നത് ഈ റിലേഷനിലെ ഭയമാണ്. ഈ റിലേഷൻ അവർക്ക് ഒരു സ്നേഹവും കരുത്തുമല്ല. ഇതിന് ബ്ലോക്കേജായിട്ട് ഇവരുടെ ഭയത്തെ എന്താണ്, ഇവരുടെ ഭയത്തിൻ്റെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈയിടെ ഇവരിലോട്ട് വന്ന ബന്ധമാണ്. ഒരു പക്ഷേ കരിയറിലാണെന്നുണ്ടെങ്കിൽ ഒരു പങ്കാളിത്ത ബിസിനസ്സിലോട് ചേർന്ന് വന്ന ഒരു പങ്കാളിയായിരിക്കാം. റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നു കയറിയ ഒരു പക്ഷേ എന്താ പറയുക, ഇപ്പം വിവാഹം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ കൂടെ അവരെയാണിപ്പോൾ അവർ ഭയക്കുന്നത്, കൂടെയുള്ള റിലേഷനെയാണ് ഇപ്പോൾ അവർ ഭയക്കുന്നത്, ഭയത്തോടു കൂടി നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അതെ, എനിക്ക് ഇപ്പോൾ അവർ മേജറായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ. ഓർക്കാപ്പുറത്ത് ഒരു പൊട്ടിത്തെറി
വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു കർമ്മയായിട്ട് വരും. ടവർ സിറ്റുവേഷനാണ്. എന്താ പറയുക, ദുഷ്ടനെ പന പോലെ വളർത്തിയിട്ട് മേളീന്ന് കൊണ്ട് താഴെ ഇടുക എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥ. അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി. ഇത് മേജർ ആർക്കാന കാർഡാണ് വന്നേക്കുന്നത്. അവരുടെ കറണ്ട് സിറ്റുവേഷനായിട്ടും മേജർ ആർക്കാന കാർഡാണ് വന്നേക്കുന്നത്. അപ്പം എനിക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കൂടെ വന്ന ഒന്നെങ്കിൽ ഈ ഒരു റിലേഷൻ കാരണം, ആ ഒരു റിലേഷൻ മുഖാന്തരം ഇവർക്ക് ഓർക്കാപ്പുറത്തുള്ളൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അവർ ചിന്തിച്ചതുപോലെയല്ല അവരുടെ റിലേഷനിൽ സംഭവിച്ചത്. അത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു റിലേഷൻ ഇവർക്ക് കിട്ടിയത്. അതിലിവർ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ മാനസികമായിട്ട് തളർന്ന് ഇരിക്കുന്നത്. ഒന്നും പറഞ്ഞു ഇപ്പം എടുക്കുന്ന തീരുമാനം, നമ്മൾ എന്താ പറയുക, ആവേശത്തിലും ദേഷ്യത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കാം അല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു തെറ്റിലോട്ടാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. അതിനെയാണ് ഇവർ ഭയക്കുന്നത്. എങ്ങനെയാണ് ഇതിപ്പം ഈ മേജർ ആർക്കാന കാർഡ് വന്നേക്കുന്നത്, 2 കാർഡ് വന്നത് ഇവരുടെ ജീവിതത്തിൽ വരേണ്ട അനുഭവങ്ങളാണ്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് പറയാനായിട്ട് കുറച്ച് താമസം എടുക്കും. ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ചായിട്ട് വരാനായിട്ട് തന്നെ ഒരു 6 മാസം തന്നെ ഏറ്റവും കുറഞ്ഞ കാലയളവ് എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു 6 മാസം കഴിഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും. കാരണം മേജർ ആർക്കാന കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഇവർക്ക് വരേണ്ട വിധിയാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ കർമ്മയായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യം ഇപ്പോൾ ഇതാണ്. അതെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാണ് യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തന്നത്. 8 ഓഫ് സോൾസ് ആണ്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ എയർ എലമെൻറ്റ്, ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. വ്യക്തതയില്ലാത്ത കാര്യങ്ങളിലോട്ട് ചെന്ന് കയറി സ്വയം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് സ്വയം കണ്ണുകെട്ടി നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മനസ്സിനകത്തിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇവർക്ക് ഒരു കാരണവശാൽ ഇവരുടെ തകർച്ച, ഇവരുടെ ഓർക്കാപ്പുറത്തുള്ള ഈ ഒരു വീഴ്ച, തിരിച്ചടി, അല്ലെങ്കിൽ റിലേഷൻ മുഖാന്തരമുണ്ടായ ഒരു ഭയം ഇവരെ ആ ഒരു ഇതിൽ തന്നെ സ്ട്രക്കാക്കി നിർത്തിയേക്കുന്നു. ഇവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് ഇവരുടെ അടുത്ത് ഇപ്പോൾ എന്തും സംസാരിക്കാൻ ആർക്കും പറ്റത്തില്ല. നേരെ അവരുടെ അടുത്ത് ദേഷ്യമായിരിക്കും പ്രവർത്തിക്കുന്നത്. ചില ആൾക്കാരെ, ചിലപ്പോൾ വ്യക്തികളെ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാഹചര്യമായിരിക്കാം. അല്ലെങ്കിൽ തൊട്ടാ പൊട്ടും അങ്ങനൊരു രീതി എന്ന് വെച്ചാൽ 1 പറയുമ്പോൾ 16 പറയുന്ന രീതിയായിരിക്കാം. കൂടെ താമസിക്കുന്നവരാണെങ്കിൽ എന്ന് വെച്ചാൽ തീക്കകത്തോട്ട് ചെന്ന് തൊടാൻ ചെല്ലുന്നത് പോലെയുള്ള പ്രതികരണമായിരിക്കാം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത്. അത്രയ്ക്ക് ഇവർ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് ഇടപഴകുമ്പോഴും വളരെ സൂക്ഷിച്ചും കണ്ടും വേണം ഇവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. കാരണം അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഈ സംസാരിക്കാൻ ചെല്ലുന്നവരോടായിരിക്കാം അവർ തീർക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരവസ്ഥ. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു സാഹചര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ 9 ഓഫ് ഹെർമിറ്റാണ്. ഇതും ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നതും ഹെർമിറ്റാണ്. ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഒറ്റപ്പെട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് കൂടുതലും. എന്നുവെച്ചാൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, പക്ഷെ പുറമേ സമ്മതിച്ചു തരില്ല. പുറമേ ഞാൻ ഈ പറയുന്ന സാഹചര്യം ആയിരിക്കാം, പക്ഷേ മനസ്സിൽ ഇങ്ങനെ ഓവർ തിങ്കിങ് ആണ്. ഇങ്ങനെ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, കുറ്റബോധം, സ്വയം അനലൈസ് ചെയ്യുക, വെളിച്ചം അന്വേഷിക്കുക, എത്ര ശ്രമിച്ചിട്ടും ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. എനിക്ക് ടാരോ എനർജി വഴി ഡിവൈൻ കാണിച്ചു തരുന്നത്. ഇത് ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള ഒരു റീഡിംഗ് ആണ്. അത് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. അപ്പം എനിക്ക് ഒരു കാര്യവും കൂടെ നോക്കാനുള്ളത്, നിങ്ങളുടെ ഒരു എനർജിയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. എനിക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു എനർജി എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഇവരുടെ കൂടെ ഇപ്പോൾ ഉള്ള ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഞാൻ ചോദിക്കുന്നത്. പ്ലീസ് ഡിവൈൻ ഹെൽപ്പ് മീ. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ,
അപ്പം ഇവരോട് സ്നേഹവുമായിട്ട് ചെല്ലാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് കൂടെയുള്ള നിങ്ങൾ ഒരു പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ള വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരോട് അടുക്കാൻ ചെല്ലുമ്പോഴെല്ലാം ഇവർ തട്ടി അകറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ സ്നേഹവുമായിട്ട് ചെല്ലുമ്പോൾ ഇവരത് റിജക്റ്റ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യമാണ്, ഇവരെ വളഞ്ഞു വെച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ ആദ്യം തന്നെ ഇവരുടെ റീഡിങ് പറഞ്ഞിരുന്നു, ഇവരോടിപ്പോൾ എങ്ങനെ പ്രതികരിച്ചാലും ഇവരുടെ പ്രതികരണം ശരിയല്ല എന്ന്. അതേപോലെയാണ് ഇപ്പോൾ നിങ്ങളോട് ഇവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഇവരുടെ ലൈഫിൽ കിട്ടിയ ഒരു തിരിച്ചടി, അത് ഇവർക്ക് നല്ല രീതിയിൽ ഇവരുടെ മാനസിക നില തകർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സ്വന്തം വ്യക്തിയോട് പോലും ഇപ്പോൾ ഇവരിങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെ, ഈ നിങ്ങളുടെ ലൈഫിൽ വന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവരെ അടിമുടി തകർത്ത് കളഞ്ഞേക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അവരെ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഡിവൈൻ നൽകുന്നൊരു ഗൈഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസും കൂടെ എന്ന് പറഞ്ഞാൽ, തൽക്കാലം ഇവരെ ഇപ്പോൾ ഒറ്റയ്ക്ക് വിടുക. ഇവരോടൊരു തർക്കത്തിനോ വഴക്കിനോ സ്നേഹം അതൊന്നും ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങളായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം അങ്ങോട്ട് കൊടുക്കാതിരിക്കുക. ഇത് അവർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയത് അവർ സ്വന്തം ആയിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒറ്റപ്പെട്ട് തൻ്റെ തെറ്റുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ ഏകാന്തമായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇവരിപ്പം ഒരു റിലേഷനെ പറ്റിയും അല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, സ്വയം കണ്ണ് കെട്ടിയ ഒരവസ്ഥയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്നെല്ലാം എങ്ങനെ വെളിയിൽ വരാമെന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവരാരുടെയും സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല. ഇവർ കിട്ടിയ തിരിച്ചടിയുടെ ഒരു ആഘാതത്തിലാണ് ഇപ്പോൾ ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ ഫ്രീ ആക്കി വിടുക, കുറച്ച് സമയം ഇവർക്ക് കൊടുക്കുക. അത് തിരുത്തി ഇവർ സ്വമനസാലെ തിരിച്ചു വരുന്നൊരു സമയം ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയത്. ഇവരുടെ അടുത്ത് സ്നേഹവുമായിട്ട് വന്നിട്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളാണ് ഇവരിൽ നിന്ന് ഉണ്ടാകുന്നത്. നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ നിങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അത് നിങ്ങളോടുള്ള ഒരു സ്നേഹക്കുറവ് കൊണ്ടല്ല, ഒരു പക്ഷേ കുറ്റബോധം കൊണ്ടും ആയിരിക്കാം. എന്നുവെച്ചാൽ നിങ്ങളോട് കാണിക്കാത്തത് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് കാണിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ അടി എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധവും നാണക്കേടും ഒരു അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കൊണ്ട് നിങ്ങളോടും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം അവരുടെ ഒരു പ്രതികരണം ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഏത് രീതിയിൽ നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്, നെഗറ്റീവ് വശങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് കാണുന്ന എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും, ഒരുപാട് പേരുടെ എനർജി ഉള്ളതാണ്. എന്നാലും ആ ഒരു എനർജി കണക്റ്റ് ആവുന്നവർ ആ ഒരു രീതിയിൽ ഇത് എടുക്കുക. ഓക്കെ, ഇതാണ് ഡിവൈൻ. ഇത് ഞാൻ പറയുന്നതല്ല, ഡിവൈൻ കാർഡ് വഴി കാണിച്ചു തരുന്ന ഒരു എനർജിയാണ്. അത് പോസിറ്റീവായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, എല്ലാവർക്കും വേണ്ടി നല്ലതായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ചില എനർജീസാണ് എനിക്കിന്ന് വന്നത്. ഓക്കെ, താങ്ക് യു. മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.